സൂര്യ സോമവംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരുടെ കഥകളെ കുറിക്കുന്ന നവമസ്കന്ധമാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരുന്നത്. ഒരു കാലത്ത് ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ അടക്കി വാണു എന്ന ഭാവത്തിൽ അഹങ്കരിച്ചിരുന്ന അവരൊക്കെ ഇന്ന് നാമാവശേഷന്മാരായി തീർന്നു. അപ്പൊ നമ്മളെയൊക്കെ ഈ ലോകം എത്ര കാലം ഓർക്കും, നമ്മളൊക്കെ ഈ ലോകത്തില് എത്ര കാലം ഉണ്ടാകും എന്നൊന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ അഹങ്കാരം കുറെ കുറയും. പണ്ടൊരു രാജാവിനൊരു മോഹം ഉണ്ടായിരുന്ന കഥ. എന്താ മോഹം എന്ന് വെച്ചാൽ തൻ്റെ പേര് ഈ ലോകത്തില് എല്ലാ കാലത്തും ഉണ്ടാവണം, എല്ലാ കാലവും തൻ്റെ പേര് നിലനിൽക്കണം. അങ്ങനെ എല്ലാ കാലവും തൻ്റെ പേര് നിലനിൽക്കാൻ വേണ്ടിയിട്ട് രാജാവ് പല കാര്യങ്ങൾ ചിന്തിച്ചു. അപ്പോഴാണ് മന്ത്രി പറഞ്ഞത്, ഇവിടെ അടുത്ത് ഒരു വലിയ ഒരു തീർത്ഥാടന കേന്ദ്രം, ഒരു സ്ഥലമുണ്ട്. അവിടെ കടൽ തീരത്തായിട്ട് വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ മുകളില് അങ്ങയുടെ പേര് വലുതായിട്ട് എഴുതി വെക്കുക, കൊത്തിവെക്കുക. ഇപ്പൊ പാറയുടെ മുകളില് ശിലാലിഖിതം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കുറെ കാലത്തേക്ക് നിൽക്കും. അപ്പൊ ആ പാറയുടെ മുകളില് അങ്ങയുടെ പേര് വലുതായിട്ട് അവിടെ എഴുതി വെച്ചാൽ അങ്ങ് ചത്താലും അങ്ങയുടെ പേര് ഈ ലോകത്തുണ്ടാവും. ബാക്കി എവിടെ എഴുതി വെച്ചാലും അങ്ങനെ നിൽക്കൊന്നുമില്ല. ഉടനെ രാജാവ് ഒരു ശില്പിയെ വിളിച്ചു പറഞ്ഞു, ആ കടൽ തീരത്തുള്ളതായ പാറയുടെ മുകളില് എൻ്റെ പേര് എഴുതി വയ്ക്കണം. ശില്പി പണിസാധനങ്ങളൊക്കെ എടുത്ത് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശില്പി തിരിച്ചു വന്നു. ഇത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞു? അപ്പൊ ശില്പി പറഞ്ഞു, എഴുതാനൊന്നും പറ്റിയിട്ടില്ല. എന്തേ? ആ പാറയുടെ അടുത്തെത്തി നോക്കിയപ്പോഴാണ് അതിന്റെ മുകളിൽ അങ്ങയുടെ അച്ഛന്റെ പേരുണ്ട്, മുത്തച്ഛന്റെ പേരുണ്ട്, വല്യച്ഛന്റെ പേരുണ്ട്. നോക്കുമ്പോ അവരൊക്കെ അവരുടെ പേര് ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ സ്ഥലമില്ല. ഉടനെ ഈ രാജാവ് ആ ശില്പിയോട് പറഞ്ഞു, എങ്കിൽ അവരുടെ പേരുകളൊക്കെ അവിടെ നടത്തി കളഞ്ഞിട്ട് എൻ്റെ പേര് മാത്രം എഴുതൂ. ഇത് കേട്ടപ്പോ ആ ശില്പി ചിരിച്ചു എന്നാണ് കഥ. രാജാവ് ചോദിച്ചു, എന്താ എൻ്റെ പേര് എഴുതാൻ പറഞ്ഞപ്പോ ഒരു ചിരി? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, മുൻപുള്ളതായ തലമുറകൾ എഴുതി വെച്ചതായ ആ പേര് മായിച്ചു കളഞ്ഞ് അങ്ങയുടെ പേര് അവിടെ വെക്കണുണ്ടെങ്കിൽ നാളെ ഒരു തലമുറ അങ്ങയുടെ പേരവിടെ മായിച്ച് അവരുടെ പേരെഴുതി വയ്ക്കാനുണ്ടാവും. അപ്പൊ നമ്മളുടെയൊക്കെ ഈ പറഞ്ഞ അഹങ്കാരത്തിനും ഈ പറഞ്ഞതായ കേമത്വത്തിനൊക്കെ അല്പകാലമേ ഈ ലോകത്തില് വിലയുള്ളൂ, അല്ലെങ്കിൽ നിലനിൽപ്പുള്ളൂ. അല്ലേ? ഇവിടെ ഇരിക്കണ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അച്ഛനെ ഓർമ്മയുണ്ടാവും അല്ലേ? അച്ഛനെ ഓർക്കാറുണ്ടാവും, അച്ഛനെ സ്മരിക്കാറുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛനെ നിങ്ങൾ ഇതുവരെ ഓർമ്മിച്ചിട്ടുണ്ടോ? അച്ഛന്റെ അച്ഛന്റെ അച്ഛനെ ഓർമ്മയുണ്ടോ? അല്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു തന്നെ നമ്മൾ ആലോചിക്കണത് അല്ലേ? അയാൾ എങ്ങനെയായിരിക്കും? കണ്ടിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എങ്ങനെയായിരിക്കുന്നു? അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന്, അയാൾ എങ്ങനെയാ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടാവുകയെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, ആരെ? എൻ്റെ അച്ഛന്റെ 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 അച്ഛനെ. ഇന്ന് വരെ ഈ ലോകത്ത് ഒരാൾ ഓർക്കാത്ത ഒരാൾ. അപ്പോ എൻ്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ 2 തലമുറ മുമ്പ്, ഒരു 2 തലമുറ മുൻപുള്ള ഒരാളെ നമ്മള് പാടെ മറന്നുപോയി എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ലോകം ഇനി എത്ര കാലം ഓർക്കും? അല്ലേ? 1 2 തലമുറ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിദ്വാൻ ഈ ലോകത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെ ആരും പറയില്ല.
അല്ല, ഇനി നമ്മളുടെ കാര്യം ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ, നമ്മളെക്കുറിച്ച് ഈ ലോകം എന്നും ഓർക്കണമെങ്കിൽ, എന്നും പാടണമെങ്കിൽ, അങ്ങനെ ഈ ലോകത്ത് എന്നും പാടുന്ന ഓർക്കുന്ന ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മളുടെ പേര് ചേർക്കപ്പെടണം. അങ്ങനെ എന്നും പാടുന്ന കേൾക്കുന്ന ഒന്നേ ഇവിടെ ഉണ്ടാവുള്ളൂ, അത് ഭഗവത് കഥകളാണ്. ആ ഭാഗവത കഥകളോട് അല്ലേ, ഇപ്പൊ ഭാഗവതത്തിൽ ഇല്ലാത്ത എത്ര ഭക്തന്മാരുടെ കഥകൾ നമ്മൾ കാലത്തിനനുസരിച്ച് ഭാഗവതന്മാരുടെ കഥകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നൊരു ഭാഗവത സപ്താഹ യജ്ഞവേദിയില് തിരുനാമാചാര്യനെയും ഭാഗവതഹംസത്തെയും ഓട്ടൂരിനെയും പൂന്താനത്തെയും മെൽപ്പത്തൂരിനെയും നമ്മൾ ഭക്തന്മാര് ചേർത്ത് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മളെയും ഈ ലോകം ഓർക്കാനുള്ള ഒരു വഴി നിത്യമായ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മളും ചേരല. ഇനി ഇതൊന്നുമില്ലെങ്കിലും നമ്മുടെ പേരെങ്കിലും ഈ ലോകത്തിൽ നിലനിൽക്കാൻ ഒരു സൂത്രമുണ്ട്. സഹസ്രനാമത്തിലുള്ള ഏതെങ്കിലും ഒരു പേരാവുക. എന്നാലോ സഹസ്രനാമം ജപിക്കണ കാലത്തോളം നമ്മുടെ പേരെങ്കിലും ഉണ്ടാവുമല്ലോ. നാമാവശേഷിത. അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഈശ്വരനെ ആശ്രയിച്ച് നാമാവശേഷന്മാരായി തീർന്ന, കഥാവശേഷന്മാരായി തീർന്ന ഭക്തന്മാരുടെ, രാജാക്കന്മാരുടെ കഥകളെയാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരുന്നത്. അതിൽ ശരിയാദി ചരിതം, സുകന്യാചരിതം തുടങ്ങിയ പ്രകരണങ്ങള് അനുസ്മരിച്ചു. ആ സൂര്യവംശത്തിലാണ് നാഭാഗൻ എന്ന ഒരു രാജാവ്. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് നാഭാഗൻ എന്നൊന്നുമല്ല. ഇത് അദ്ദേഹത്തിന് വന്നു വീണ പേരാ. ചില ആൾക്കാർക്ക് ഒരു ഇരട്ടപ്പേര് വരും അല്ലേ. ഇരട്ടപ്പേര് വീണാ പിന്നെ അതും ആ പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ. ശരിക്കുള്ള പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇദ്ദേഹത്തിന് എങ്ങനെ നാഭാഗൻ എന്നൊരു പേര് വന്നു വീണതാ. നാഭാഗൻ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? ഭാഗം കിട്ടാത്തവൻ. അപ്പൊ എന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്നാണെങ്കിൽ, നഭകൻ എന്ന രാജാവിന്റെ മകനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ മക്കളിൽ ഇളയവനാണ് ഈ നാഭാഗൻ. പരമഭക്തനായ ഈ നാഭാഗൻ ഒരിക്കൽ തീർത്ഥാടനത്തിന് പോയി. തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് കയറാൻ വേണ്ടി ഭാവിച്ചപ്പോ സഹോദരന്മാര് ഈ അനിയനെ തടഞ്ഞു. അവര് പറഞ്ഞു, ഇനി ഈ കൊട്ടാരത്തിൽ കയറാൻ നിനക്ക് അധികാരമില്ല. അതെന്താ? അത് തീർത്ഥാടനത്തിന് നീ പോയ സമയത്ത് ഞങ്ങൾ ഇവിടെ പാർട്ടീഷനൊക്കെ കഴിച്ചു. കൊട്ടാരം ഇപ്പോ എന്റെ പേരിലാണ്, ഈ പറമ്പൊക്കെ ഏട്ടന്റെ പേരിലാണ്, ഇതൊക്കെ ഞങ്ങൾ ഭാഗിച്ചെടുത്തു. അപ്പോ ഈ ഇളയവനായ സഹോദരൻ ചോദിച്ചു, അല്ല ഏട്ടന്മാരെ, നിങ്ങൾക്കൊക്കെ ഓരോ ഭാഗം എടുക്കുമ്പോ എനിക്കൊരു ഭാഗം വെക്കണ്ടേ? ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ, എനിക്കൊരു ഭാഗം വെച്ചിട്ടുണ്ടോ? അപ്പൊ ഇവര് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിനക്കാ വെച്ചത്. ഇവിടെ പിറകിലെ വരാന്തയില് കസേരയിൽ ഇരിക്കുന്നുണ്ട്. ആര്? അച്ഛൻ. ഭാഗം അല്ലേ, പാർട്ടീഷൻ കഴിഞ്ഞതില് നിനക്ക് ഭാഗം വെച്ച് കിട്ടിയ സാധനം ഈ വയസ്സായ അച്ഛനെയാണ്. അങ്ങനെ ഭാഗം കിട്ടാത്ത ആ അനിയന് വന്ന പേരാണ് എന്ത്? നാഭാഗൻ. കുഴപ്പം തോന്നിയില്ല, തന്റെ അച്ഛനല്ലേ. എടുത്ത് തെരുവിലേക്ക് ഇറങ്ങി. ഈ നാഭാഗൻ അച്ഛനോട് ചോദിച്ചു, എങ്ങനെയാ അച്ഛാ നമ്മൾ ജീവിക്കുക? മകന്റെ അവസ്ഥ കണ്ടപ്പോ ഒരു സങ്കടം തോന്നി. നാഭാഗനോട് നഭകൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു വലിയ യാഗം നടക്കുന്നുണ്ട്. ആ യാഗത്തില് പ്രധാനപ്പെട്ടതായ പുരോടാസം എന്ന ഹവിസ് ഹോമിക്കാനുള്ള മുഹൂർത്തമായി. പക്ഷേ അത് ചെയ്യേണ്ടതായ ഋത്വിക്കുകൾക്ക് ആ മന്ത്രത്തിൽ എന്തോ ഒരു സംശയം. അതുകൊണ്ട് യാഗം നിർത്തിവെച്ചിരിക്കുക. നീ വേദമൊക്കെ പഠിച്ച ആളല്ലേ, ഒന്ന് ചെന്ന് അവർക്ക് ആ സംശയം നിവൃത്തി ചെയ്താൽ, അവരെ സന്തോഷിപ്പിച്ചാൽ അവര് നിനക്ക് എന്തെങ്കിലും തരാണ്ടിരിക്കില്ല. അങ്ങനെ ഈ നാഭാഗൻ ചെന്ന്
ഈ ഋത്വിക്കുകളുടെ സംശയ നിവാരണം ചെയ്തു കൊടുത്തു. അവർക്കൊക്കെ വലിയ സന്തോഷമായി. അവര് പറഞ്ഞു, നാളെ യാഗം സമർപ്പിക്കും. സ്വാഭാവികമായിട്ടും യജ്ഞം കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ ബാക്കിയാവും അല്ലേ? യജ്ഞം കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ ബാക്കിയാവും. ആ ബാക്കിയാവുന്ന സാധനങ്ങളൊക്കെ നീ എടുത്തോളൂ. സന്തോഷായി. അങ്ങനെ പിറ്റേ ദിവസം ആചാര്യന്മാര് യാഗമൊക്കെ കഴിഞ്ഞ് പോയി. അവര് യാഗശാലയിൽ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ നാഭാഗൻ ഒരു സഞ്ചി എടുത്തു വന്ന് അവിടെയുള്ള ബാക്കിയുള്ള അരിയും നെല്ലും തേങ്ങയും പച്ചക്കറികളും ഒക്കെ ആ സഞ്ചിയിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോഴാണ്, അതൊന്നും എടുക്കരുത്, അതവിടെ വയ്ക്കൂ, അതെന്റെ അവകാശമാണെന്നും പറഞ്ഞ് വടക്കു ഭാഗത്ത് നിന്ന് കറുത്ത നിറത്തിലുള്ള ഒരാള്, സഞ്ചിയൊന്നുമല്ല, വലിയ 2 ചാക്ക് എടുത്തിട്ടാ വന്നത്. ഇതൊക്കെ എനിക്കുള്ളതാ. ഇത് കേട്ടപ്പോ നാഭാഗൻ പറഞ്ഞു, ആചാര്യന്മാര് എന്നോട് പറഞ്ഞതാണ് എടുക്കാൻ. അപ്പോ അദ്ദേഹം പറഞ്ഞു, ആചാര്യന്മാരങ്ങനെ പല വിഡ്ഢിത്തവും പറയും, അതൊന്നും കേട്ടിട്ട് നീ ചെയ്യരുത്, ഇതൊക്കെ എന്റെ അവകാശമാണ്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ചെന്ന് നിന്റെ അച്ഛനോട് ചോദിക്കൂ. പറയേണ്ട താമസം വാശി പിടിക്കുകയൊന്നും ചെയ്തില്ല. ചെന്ന് അച്ഛനോട് പറഞ്ഞു, ഞാനിങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ ഭാവിച്ചപ്പോ വടക്ക് ഭാഗത്തുനിന്ന് ഒരാൾ വന്നിട്ട് അതൊക്കെ അവിടെ വെക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോ നഭകൻ ആശ്ചര്യം തോന്നി. നിനക്ക് അങ്ങനെ ഒരാളെ കാണാൻ സാധിച്ചോ? സാധിച്ചു. എങ്കിൽ ഇനി തിരിച്ചു പോകുമ്പോ അദ്ദേഹം അവിടെ യജ്ഞശാലയിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പാദത്തിലേക്ക് ചെന്ന് നമസ്കരിക്കൂ. അത് മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീപരമേശ്വരൻ മഹാദേവനാണ് അല്ലേ? സതീദേഹത്യാഗം കഴിഞ്ഞ് ദക്ഷന് ആടിന്റെ തല വെച്ചു കൊടുത്തതായ സമയത്ത് സന്തോഷം തോന്നിയ ബ്രഹ്മാവ് അന്ന് ഒരു നിയമമിറക്കിയതാണ്. യാഗശാലയിൽ ബാക്കി വരുന്നതായ സകല വസ്തുക്കളുടെയും അവകാശി ഇന്നു മുതല് മഹാദേവനായിരിക്കും. കൽപ്പതാവദ്യ യജ്ഞഹൻ. സാക്ഷാൽ ശ്രീരുദ്രനാണത് എന്ന് പറയേണ്ട താമസം നാഭാഗൻ ഓടി യജ്ഞശാലയിലേക്ക്. പോകുമ്പോഴേ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. നോക്കുമ്പോ ചാക്കും പിടിച്ചിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ചോദിച്ചു, കിട്ടിയോ ഉത്തരം? കിട്ടി. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ആ പാദത്തിലേക്ക് അങ്ങ് വീണ് നമസ്കരിച്ചു. നമസ്കരിച്ച് നാഭാഗൻ ഒന്ന് തലപൊക്കി നോക്കുമ്പോഴാണ് ചന്ദ്രമൗലീശ്വരനായ സാക്ഷാൽ ശ്രീപരമേശ്വരനായി ദർശനം കൊടുത്തു. സർവവിധത്തിലും നാഭാഗന്റെ ആ സത്യസന്ധതയിലും ഭക്തിയിലും സന്തോഷിച്ച് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയായി പരമജ്ഞാനത്തെ ഉപദേശിച്ച് നൽകി മഹാദേവൻ എന്നുള്ളതായ നാഭാഗന്റെ ഭക്തിഭാവത്തെ പാടി, നാഭാഗാത് അംബരീഷോ ഭൂൽ. ആ നാഭാഗന്റെ പുത്രനാണ് പരീക്ഷിത്തെ അംബരീഷൻ എന്ന രാജാവ്. എന്താ അംബരീഷന്റെ മഹത്വം? നാസ്പൃശൽ ബ്രഹ്മശാപോപി. ഭക്തി കൊണ്ട് ബ്രഹ്മശാപത്തെ പോലും മറികടന്നു അംബരീഷൻ. സ്വതവേ ആരെ കൊണ്ടും തടുക്കാൻ പറ്റാത്തതാണ് ബ്രഹ്മശാപം. നാഹം വിശങ്കേ സുരരാജവജ്രാൽ ന ത്രക്ഷശൂലാൽ ന യമസ്യ ദണ്ഡാൽ ന അഗ്നിർക്ക സോമാനുല വിത്തപാസ്ത്രാൽ ശങ്കേ വൃശം ബ്രഹ്മകുലാപമാനാൽ എന്ന് ഭാഗവതത്തിൽ തന്നെ മറ്റൊരിടത്ത് കാണാം. ഇന്ദ്രന്റെ വജ്രായുധത്തെയോ മഹാദേവന്റെ ത്രിശൂലത്തെയോ യമന്റെ ദണ്ഡത്തെയോ നമുക്ക് തടുക്കാം, പക്ഷെ ബ്രഹ്മശാപത്തെ തടുക്കാൻ സാധിക്കില്ല എന്ന. ആ ബ്രഹ്മശാപത്തെയാണ് ഭക്തി കൊണ്ട് തടഞ്ഞത്, മറികടന്നത് അംബരീഷൻ എന്ന് കേട്ടപ്പോ പരീക്ഷിത്ത് ഒന്നവിടെ ഇളകിയിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഭക്തി കൊണ്ട് ബ്രഹ്മശാപത്തെ മറികടന്നു അംബരീഷൻ? മറികടന്നു. എങ്കിൽ എനിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരണം. എന്താ പരീക്ഷത്തിന് ഇത്ര ഉത്സാഹം എന്ന് വെച്ചാൽ, താനും ഇപ്പൊ ഒരു ബ്രഹ്മശാപത്തിന്റെ കാത്തിരിപ്പിലാ ഉള്ളത്. അപ്പൊ ഭക്തി കൊണ്ട് ബ്രഹ്മശാപത്തെ മറികടന്ന അംബരീഷന്റെ ചരിതം അത് തനിക്ക് തീർച്ചയായും ഒരു ഊർജമായി തീരും എന്നുള്ള ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് പരീക്ഷിത്ത്
ആ അംബരീഷ ചരിതത്തെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതിം മഹിം. പരീക്ഷത്തെ അംബരീഷൻ, പരമഭാഗവതനായ അംബരീഷൻ ചെറിയൊരു ഒരു രാജ്യം ഭരിച്ച ആളല്ല. പിന്നെയോ സപ്തദ്വീപവതിം, ഈ ഭൂമിയിലെ 7 ദ്വീപുകളെയും ഒപ്പം ഭരിച്ച ഭരണാധികാരി. ഈ 7 ദ്വീപുകളെയും അംബരീഷൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഭരിച്ചു എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടണം അല്ലേ? 7 ദ്വീപുകളെയും ഒരു ഭരണാധികാരി ഭരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോ, ഇവിടെ ഇപ്പൊ ചെറിയൊരു നാട് നന്നാക്കാൻ നമ്മുടെ ഭരണാധികാരികൾ എത്ര കഷ്ടപ്പെടണൂല്ലേ? വിദേശയാത്ര നടത്തണു, കൈപിടിച്ചു കുലുക്കണു, എന്നിട്ടൊന്നും നേരെ ആവണൂല്ല. അപ്പോഴാണ് ഒരു രാജാവ് ഇത്രയും ഭംഗിയായിട്ട് രാജ്യം ഭരിക്കുന്നത്. എന്താ കാരണം എന്നറിയോ? യഥാ രാജ തഥാ പ്രജ അല്ലേ? ഭരണാധികാരി ധർമ്മനിഷ്ഠയുള്ളവരാണെങ്കിൽ പ്രജകള് ധർമ്മനിഷ്ഠയുള്ളവരായിത്തീരും. ഭരണാധികാരികള് നിയമം ഉണ്ടാക്കി അതനുസരിച്ച് കാണിച്ചു കൊടുക്കേണ്ടവരാണ്, നിയമം അനുസരിപ്പിക്കേണ്ടവരല്ല. നിയമം അനുസരിപ്പിക്കേണ്ടവർ, അവര് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്ത് കാണിക്കുമ്പോഴാണ്, അവര് മാതൃകയാവുമ്പോഴാണ് എന്താ യദ്യദാചരതി ശ്രേഷ്ഠ ഇതരത്തത്തദീഹതേ സ യൽപ്രമാണം കുരുതേ ലോക തദനുവർത്തതേ. വലിയ വലിയ ആൾക്കാര് സാധാരണക്കാർക്ക് ആചരിച്ചു മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരാ. അങ്ങനെ ആചരിച്ച് കാണിച്ചു കൊടുക്കുമ്പോ സാധാരണക്കാര് ആ കാര്യങ്ങളിൽ ആചരണത്തിൽ ശ്രദ്ധ കാണിക്കും. ഇവിടെ അംബരീഷൻ എന്ന രാജാവ് ധർമ്മത്തെ ഭംഗിയായിട്ട് പാലിച്ചു. അതുകൊണ്ട് തന്നെ പ്രജകളും ധർമ്മനിഷ്ഠയുള്ളവരായി തീർന്നു. എന്നു മാത്രമല്ല, ഈ അംബരീഷൻ രാജ്യം ഭരിക്കണ സമയത്ത് സ്വർഗലോകത്തെ കുറിച്ചിട്ടുള്ള ചിന്ത തന്നെ ലോകത്തിൽ ഇല്ലാണ്ടായി. ദേവേന്ദ്രൻ നോക്കുമ്പോ സ്വർഗലോകത്തിലൊന്നും ആരും വരുന്നില്ല, ആർക്കും താമസിക്കണമെന്ന് ആഗ്രഹമില്ല. എന്താ കാരണം? അംബരീഷന്റെ രാജ്യത്ത് അത്ര ഐശ്വര്യമുണ്ട്. അങ്ങനെയുള്ളതായ ആ അംബരീഷൻ ഏനേതം ലോഷ്ടവൽ സ്മൃതം, സമ്പത്തിനെ ഒരു മണ്ണാങ്കട്ട കണക്കെ കണക്കാക്കി ആ സമ്പത്തിനേക്കാൾ അദ്ദേഹം ആഗ്രഹിച്ചതും ആശ്രയിച്ചതും ഭഗവാന്റെ ഭക്തിയെ ആയിരുന്നു. അപ്പൊ നമുക്കൊരു സംശയാവും, അല്ല ഇയാൾക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ലേ? ആർക്ക്? അംബരീഷന് ഈ 7 ദ്വീപൊക്കെ ഭരിക്കുമ്പോ എന്തേ, ഇവിടെ ആകെ 3 ആളുള്ള ഒരു കുടുംബം ഭരിക്കാൻ നമ്മൾ എടുക്കണ പെടാപ്പാട് അല്ലേ? ചില ആൾക്കാര് പറയണത് കേട്ടാൽ രാജ്യം ഭരിക്കണ പ്രധാനമന്ത്രിക്ക് രാജ്യം ഭരിക്കാൻ ഇത്ര ടെൻഷൻ ഇല്ല എന്ന് തോന്നും. ഞാനവിടെ ഇല്ലെങ്കിലുണ്ടല്ലോ, ഞാനവിടെ നിന്ന് തെറ്റിയാലുണ്ടല്ലോ, ഞാനില്ലെങ്കിൽ എന്താ? ഒരു കുഴപ്പമില്ല. ശരിക്കും ഞാൻ ഉണ്ടാകുമ്പോഴാ സകല കുഴപ്പവും. എന്നിട്ട് നമ്മൾ പറയും ഞാനില്ലെങ്കിൽ ആ കുഴപ്പമെന്ന്. അപ്പോ എങ്ങനെയാ ഈ അംബരീഷന് ഇത്ര ഭംഗിയായിട്ട് രാജ്യം ഭരിക്കാൻ പറ്റിയത്? ഒരു തലവേദനയും ഇല്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ എന്നാണെങ്കിൽ, നമ്മളെ ടെൻഷൻ അടിപ്പിക്കണ സാധനം ഏതാ? നമ്മുടെ ശരീരത്തില് നമ്മളെ ടെൻഷൻ അടിപ്പിക്കണത് ഏത് ഇന്ദ്രിയ? കണ്ണിന് വല്ലാത്ത ടെൻഷൻ അല്ലേ? ചെവിക്ക് വല്ലാത്ത ടെൻഷൻ, മൂക്കിന് വല്ലാത്ത ടെൻഷൻ, നാക്കിന് വല്ലാത്ത ടെൻഷൻ ആണോ? അല്ല, നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സാധനമാണ് എന്ത്? അത് പറയാൻ തന്നെ ആർക്കും ഒരു മനസ്സുഖില്ല, മനസ്സ്. എന്നാ പിന്നെ ശരി, ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ടെൻഷൻ അടിപ്പിക്കണ മനസ്സിനെ മാറ്റാന്ന് വെച്ചാൽ ആ സാധനം ഇപ്പിന്റെ ഉള്ളിൽ എവിടെയാ ഉള്ളത് എന്ന് ആർക്കും അറിയൂല. അപ്പൊ അംബരീഷൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ ടെൻഷൻ അടിപ്പിക്കണ മനസ്സുണ്ടല്ലോ, ഈ മനസ്സിനെ അംബരീഷൻ ടെൻഷൻ ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ടെൻഷൻ അടിക്കാത്ത, ടെൻഷൻ തരാത്ത ഒരാളുടെ കയ്യിലേക്ക് മനസ്സിനെ ഏൽപ്പിച്ചു.
അല്ലേ? നമ്മുടെ മനസ്സിനെ കുറെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്, മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, ബന്ധുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, സമ്പത്തിന് കൊടുത്തിട്ടുണ്ട്, ഭൂമിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഉണ്ടല്ലോ ടെൻഷൻ അടിപ്പിക്കുന്ന ആൾക്കാരാ, ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാ. അപ്പൊ എന്താവും? ഇവരൊക്കെ നമ്മുടെ മനസ്സ് കൊടുത്താൽ അവര് കുറച്ചും കൂടി ടെൻഷൻ കൂട്ടിയിട്ട് ഇങ്ങോട്ട് തരും. അപ്പൊ അംബരീഷൻ ചെയ്തത് തന്റെ മനസ്സിന് ഒരു തരത്തിലും ദുഃഖം തരാത്ത ഒരാളുടെ അടുത്തേക്ക് ആ മനസ്സിനെ ഏൽപ്പിച്ചു. എവിടെയാത്? സവൈമന കൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ. മനസ്സിനെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിച്ചു അംബരീഷൻ. ഭഗവാന്റെ പാദത്തിലേക്ക് മനസ്സ് ചേർന്നപ്പോ എന്തായി എന്നറിയോ? അംബരീഷന്റെ കണ്ണുകൾക്കും കാതുകൾക്കും മറ്റിന്ദ്രിയങ്ങൾക്കും ഒക്കെ സുഖം ഭഗവാനിൽ എത്തുമ്പോഴാണ് എന്ന് തോന്നാൻ തുടങ്ങി. മനസ്സ് ഭഗവാനിലേക്ക് ഉറപ്പിച്ചപ്പോ നാവിന് മറ്റുള്ളതായ വാക്കുകള്, മറ്റുള്ളതായ വർത്തമാനങ്ങൾ പറയണതിനേക്കാൾ സുഖം വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ. ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴല്ലേ, ഭഗവാന്റെ മഹിമ പാടുമ്പോഴല്ലേ നാവിന് സന്തോഷം. മറ്റുള്ളതായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിച്ചപ്പോ അംബരീഷന്റെ ചെവികള് എവിടുന്നാ ഭഗവാന്റെ കഥ കേൾക്കണത്, എവിടെയാ ഭഗവാന്റെ മഹിമ കേൾക്കാൻ പറ്റുക? ആ ചെവികള് അതില് സന്തോഷം കാണാൻ തുടങ്ങി. ഇങ്ങനെ മനസ്സ് ഭഗവാനിലേക്ക് ഉറപ്പിച്ചപ്പോ ഇന്ദ്രിയങ്ങളെല്ലാം പതുക്കെ 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 ഭഗവാനിലേക്ക് അഭയം തേടാൻ തുടങ്ങി. അല്ലേ? നമ്മളിപ്പോ ഇന്ദ്രിയങ്ങളൊക്കെ കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണ് വിടിയുണ്ട്, മൂക്ക് വിടിയുണ്ട്, നാക്ക് വിടിയുണ്ട്, തൊക്ക് വിടിയുണ്ട്, ചെവി വിടിയുണ്ട്. മനസ്സോ? നമ്മളിപ്പോ ഈ പറഞ്ഞ അഞ്ച് സാധനത്തിനെയും കൂട്ടിയിട്ട് ഇവിടെ സപ്താഹവേദിയിൽ വന്നിരിക്കുന്നുണ്ട്. മനസ്സോ? മനസ്സിപ്പോ എവിടെയാ ഉള്ളത്? എറണാകുളം ജില്ലയിലുണ്ടോ? എന്നാ പിന്നെ സമാധാനം അല്ലേ? അപ്പോ ഇവിടെ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. മനസ്സ് ഇവിടെ ഇല്ലെങ്കിൽ ചെവിയിൽ കൂടി ഭാഗവതം കേട്ടിട്ട് എന്തു ഫലം? കണ്ണില് ഭഗവാനെ കണ്ടിട്ട് എന്തു ഫലം? കണ്ടു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇന്ദ്രിയങ്ങൾക്ക് അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അടുത്ത് മനസ്സ് നിൽക്കണം. അല്ലേ? 1 മണിക്കൂർ പ്രഭാഷണം കേട്ടു. നമ്മൾ വേറൊരാളോട് പറയാ, അതെ ഇന്നലെ ഞാൻ 1 മണിക്കൂർ പ്രഭാഷണം കേട്ടു. മുഴുവൻ കേട്ടു. മുഴുവൻ കേട്ടു. 1 മണിക്കൂർ കേട്ടു. ശരി, എന്തൊക്കെയാ പറഞ്ഞത്? ഈ 1 മണിക്കൂർ കേട്ടത് വേറൊരാൾക്ക് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ കേട്ട പ്രഭാഷണം വേറൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കുക, എത്ര മണിക്കൂർ ഉണ്ടാവും? 1 മണിക്കൂർ കേട്ട പ്രഭാഷണം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ 10 മിനിറ്റ് കൊണ്ട് തീർന്നു. നീയല്ലേ പറഞ്ഞത് 1 മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന്? 1 മണിക്കൂർ ഉണ്ടായിരുന്നു, ഇപ്പൊ 10 മിനിറ്റിലല്ലേ ആയിട്ടുള്ളൂ. ബാക്കി എന്തൊക്കെയോ പറഞ്ഞു അയാള്. അല്ലേ? അപ്പോ നീ എവിടെ ഉണ്ടായില്ലേ? ഞാൻ അവിടെ ഉണ്ടായി, പക്ഷേ ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മള് 1 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചെവിക്ക് മനസ്സിനെ കിട്ടിയത് 10 മിനിറ്റാ. അപ്പോ നമുക്ക് 1 മണിക്കൂർ 10 മിനിറ്റ് കേട്ടു. ബാക്കി കണ്ണു കൊണ്ടുപോയി, മൂക്ക് കൊണ്ടുപോയി, നാക്ക് കൊണ്ടുപോയി, തൊക്ക് കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞു വരുന്നത്, മനസ്സ് ഭഗവാനിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര ഉപാസന ചെയ്യുമ്പോ, അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കേൾക്കാം ഒരു തവണ, ഒറ്റത്തവണ എന്നൊക്കെയുള്ള വാക്ക്. അല്ലേ? സകൃന്മന കൃഷ്ണപദാരവിന്ദയോ. ഒരു തവണയെങ്കിലും ഭഗവാന്റെ പാദാരവിന്ദത്തെ ഹൃദയത്തിൽ കാണും. സകൃതപി, ഒരു തവണയെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കൂ, ഒരു തവണയെങ്കിലും ഭഗവാനെ തൊഴൂ എന്നൊക്കെ കേൾക്കുമ്പോ, ഒരു തവണ തൊഴുതാം. നമ്മളിതിപ്പോ എത്ര കൊല്ലായി ഗോവിന്ദ ഗോവിന്ദ വിളി തുടങ്ങിയിട്ട്? നമ്മളിതിപ്പോ എത്ര കൊല്ലായി നമസ്കാരം തുടങ്ങിയിട്ട്? അപ്പോഴാ ഭാഗവതം പറയുന്നത് ഒറ്റത്തവണ ചെയ്താൽ മതി എന്ന്. പക്ഷേ ആ ഒരു തവണയുണ്ടല്ലോ, പരിപൂർണ
ശരണാഗതിയിൽ ചെയ്യാൻ സാധിക്കണം. ശരിക്കും ഭാഗവത് എത്ര തവണ കേൾക്കണം എന്നൊക്കെ ചോദിച്ചാൽ, ശരിക്കും ഭാഗവതം സപ്താഹം എത്ര തവണ കേൾക്കണം? പരീക്ഷിച്ച് എത്ര സപ്താഹം കേട്ടു അല്ലേ? ശരിക്കും കേൾക്കുകയാണെങ്കിൽ ഒരു തവണ കേട്ടാ മതി. ആ ഭാഗവതം നമുക്ക് അനുഭവമായി തീരും. അപ്പൊ ഇവിടെ സർവവിധത്തിലും അംബരീഷ മഹാരാജാവ് തന്റെ മനസ്സിനെ ഭഗവാന്റെ പാതാരവിന്ദത്തിലേക്ക് ഏൽപ്പിച്ചതോടെ അംബരീഷന്റെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഭഗവാനിലേക്കുള്ളതായ ശ്രദ്ധ വർദ്ധിച്ചു. കണ്ണ് ഭഗവാനെ അന്വേഷിച്ചു, കാത് ഭഗവാന്റെ കഥകളിൽ ആനന്ദം കണ്ടെത്തി, നാവ് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ സന്തോഷിച്ചു, മൂക്ക് ഭഗവാന്റെ പാദതുളസിയെ ഘ്രാണിച്ചു, കാലുകള് ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കാൻ, കൈകള് ഭഗവാന്റെ ആ പാദസേവ ചെയ്യാനായിട്ട്, കരൗഹരേ മന്ദിരമാർജനാദിഷു. ഭരണാധികാരിയാണ്, രാജാവാണ്. പക്ഷേ ഒരു ക്ഷേത്രത്തിലേക്ക് അങ്ങ് എത്തിയാൽ അവിടെ ചിലപ്പോ ചൂലെടുത്ത് അടിക്കണത് കാണാം, ചൂലെടുത്ത് വൃത്തിയാക്കണത് കാണാം. ആര്? അംബരീഷ മഹാരാജാവ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ രണ്ട് ഗുണങ്ങളാ. ഒന്ന്, രാജാവ് തന്നെ ഈ ഭഗവത് കാര്യങ്ങളിൽ ഇത്ര ശ്രദ്ധ കാണിക്കണമെന്ന് കണ്ടാൽ പ്രജകള് കൂടുതൽ ശ്രദ്ധിക്കും. പിന്നെ മറ്റൊന്ന്, രാജാവ് തന്നെ ഇങ്ങനെ അടിച്ചു വാരണത് കണ്ടാൽ അവിടെ അടിച്ചു വാരണ ആൾക്കാര് വിചാരിക്കുക, അയ്യോ നമ്മൾ ചെയ്യേണ്ടതല്ലേ ചെയ്യണത്, അവര് കൂടുതൽ ശ്രദ്ധിക്കും. ഇങ്ങനെ സർവവിധത്തിലും ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്തതായ ആ അംബരീഷന്റെ ജീവിതം, സർവവും തന്നിലേക്ക് സമർപ്പിച്ച അംബരീഷ മഹാരാജാവിനോടുള്ള ഭഗവാന്റെ ഒരു കാരുണ്യം, ഭഗവാൻ എന്ത് ചെയ്തു? അംബരീഷന്റെ സർവതരത്തിലുള്ള രക്ഷയെയും ഏറ്റെടുത്തുകൊണ്ട് തന്റെ സുദർശന ചക്രത്തെ അംബരീഷന് വിട്ടുകൊടുത്തു. ഇപ്പൊ ഭഗവാന്റെ കയ്യില് എന്തില്ല? ചക്രമില്ല. പീതാംബരം ഒക്കെ തുടങ്ങിയ ആൾക്കാര് കരവിരാജിത ശംഖ അതിന്റെ അപ്പുറത്ത് ചൊല്ലാൻ പറ്റണില്ല, എന്തേ ചക്രമില്ല എന്നുള്ള ഭാവത്തിലേക്ക് എത്തി. ആ സുദർശനമൂർത്തി അംബരീഷന്റെ സർവരക്ഷയും അവിടെ ഏറ്റെടുത്തു. ഇപ്പോ അംബരീഷനെയും അംബരീഷന്റെ രാജ്യത്തെയും മുഴുവൻ പരിപാലിക്കുന്നത് സാക്ഷാൽ ചക്രായുധ സുദർശനമൂർത്തിയാ. സാക്ഷാൽ സുദർശനമൂർത്തി ഒപ്പമുണ്ടെങ്കിൽ അംബരീഷന് പിന്നെ ഈ ലോകത്ത് എന്തിനെ ഭയക്കണം? നമുക്കിപ്പോ ഒരു തകിടിന്റെ മുകളില് അല്ലേ സുദർശനം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരച്ചിട്ട് കിട്ടിയാൽ തന്നെ വലിയ ധൈര്യം. അപ്പോ സാക്ഷാൽ സുദർശനമൂർത്തിയുടെ ആ സംരക്ഷണം അംബരീഷന് സർവവിധത്തിലും എന്തെന്നില്ലാത്തതായ ധൈര്യം പകർന്നു. ഇനി തനിക്ക് യാതൊരു തരത്തിലും ഭയക്കേണ്ടതില്ല. തന്റെ പ്രജകളെ, തന്റെ രാജ്യത്തെ മുഴുവൻ ഭഗവാൻ ഏറ്റെടുത്തു എന്നുള്ളതായ ഉറപ്പ് കിട്ടിയപ്പോ അംബരീഷൻ ഭഗവാനെ ഉപാസിക്കാൻ ഒന്നുകൂടി ശ്രദ്ധ കൂട്ടി. അങ്ങനെയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഏകാദശി ഉപവാസ പരമ്പര ആരംഭിച്ചത് അംബരീഷൻ. ഉപവാസം, ഭഗവാന്റെ അടുത്ത് വസിക്കുക. നാവ് ഭഗവാന്റെ നാമം ജപിച്ചും കാത് ഭഗവാന്റെ കഥകൾ കേട്ടും ഇങ്ങനെ ഏകാദശ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സമീപത്ത് ഭഗവത്പരമായ കാര്യങ്ങളിൽ രമിക്കുമ്പോ ആ ഏകാദശി ഉപവാസം അത് ധന്യമാകും. ഇവിടെ സർവവിധത്തിലും ഏകാദശി ഉപവാസ പരമ്പര ആരംഭിച്ചു അംബരീഷ മഹാരാജാവ്. അപ്പൊ ഉപവാസം ശുദ്ധോപവാസമായിട്ടാണ്. ശുദ്ധോപവാസം എന്ന് പറഞ്ഞാല് നിങ്ങളൊക്കെ ഉപവാസം എടുക്കാറില്ലേ? ഗുരുവായൂർ ഏകാദശിക്കൊക്കെ ഉപവാസം എടുക്കാറുണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് ശുദ്ധോപവാസം എന്ന് പറഞ്ഞാൽ എന്താ? ഏകാദശി ദിവസം ഒന്നും കഴിക്കാണ്ടിരിക്കലാണ് അല്ലേ? ശരിക്കും പഴയ കാലത്ത് ഈ ഏകാദശിയുടെ ശുദ്ധോപവാസം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പേ തുടങ്ങും.
നാളെയാണ് ഏകാദശി എന്നുണ്ടെങ്കിൽ ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ദശമിക്ക് ഭക്ഷണമൊന്നും കഴിക്കില്ല. കാരണം ഇന്ന് നമ്മളൊന്നും കഴിക്കാണ്ടിരുന്നാലേ നാളെ നമ്മുടെ വയറ് ഒഴിഞ്ഞ വയറാണ് എന്ന് അവകാശപ്പെടാൻ നമുക്ക് പറ്റുള്ളൂ അല്ലേ? നമ്മളിപ്പോ എന്താ ചെയ്യണത്? നാളെയാണ് ഏകാദശി എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഫുൾ ടാങ്കും റിസർവും ഒക്കെ അടിച്ചു വെച്ചു, എന്നിട്ടാണ് പിന്നെ ഉപവാസം. അതല്ല, ഇപ്പൊ പഴയ കാലത്ത് അതിലുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നിപ്പോ അങ്ങനെയല്ല. ഏതായാലും ഉപവാസത്തില് ഭക്ഷണത്തിനല്ല പ്രാധാന്യം അല്ലേ? നമുക്കിപ്പോ ഉപവാസം എന്ന് വെച്ചാൽ എന്താ? ചോറ് കഴിക്കണത് ഗോതമ്പ് കഴിച്ചാൽ ഉപവാസമായി, അങ്ങനെയല്ല. പിന്നെ എന്തിനാ ഭക്ഷണം മാറ്റിയതെന്ന് വെച്ചാൽ, ഭക്ഷണം കാണുമ്പോഴെങ്കിലും ചില ആൾക്കാർക്ക് ഓർമ്മ വരുമല്ലോ, ഇന്നെന്താ ഗോതമ്പ് കഞ്ഞി, ഏകാദശിയ, ഓ ഇന്ന് ഏകാദശിയ, അങ്ങനെങ്കിലും ഓർമ്മിക്കുമല്ലോ എന്ന് വെച്ചിട്ടാവാം. ഏതായാലും ഇവിടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായ ആ ഏകാദശി ഉപവാസ പരമ്പര വൃശ്ചികമാസത്തില് ലോകം മുഴുവൻ ഇന്ന് ഗുരുവായൂരപ്പന്റെ പുണ്യമായ സുദിനമായ ഏകാദശിയായി ആഘോഷിക്കുന്നു. ആ ഒരു സുദിനത്തില് മധുവനം എന്നു പേരായ യമുനാ തീരത്തുള്ള പുണ്യവനത്തിൽ പരമഭാഗവതനായ ധ്രുവൻ ശ്രീഗുരുവായൂരപ്പനെ സാക്ഷാത്കരിച്ച ആ വനാന്തരത്തിൽ വിഷ്ണു പൂജ ചെയ്തുകൊണ്ട് ധർമ്മപത്നിയോടൊപ്പം തിരുനാമം ജപിച്ച് ഉപവാസം ഇരുന്നുകൊണ്ട് അഖണ്ഡ നാമജപത്തോടു കൂടിയിട്ട് അംബരീഷൻ സമർപ്പിക്കാൻ ഒരുങ്ങി. അപ്പൊ ഏകാദശിയുടെ അവസാന ഭാഗം, ദ്വാദശിയുടെ തുടക്ക ഭാഗം ഹരിവാസരം എന്നുള്ളതായ സമയം. ആ സമയത്ത് വേണം ഭഗവാന് നിവേദിച്ച നിവേദ്യം കഴിച്ച് ഉപവാസം സമർപ്പിക്കാൻ. ആ രംഗത്തിലേക്ക് അംബരീഷന്റെ ഒരു വർഷത്തെ ഉപവാസ പരമ്പര സമർപ്പിക്കാൻ പോണു എന്നുള്ള സന്തോഷത്തില് അനുഗ്രഹിക്കാനും ഭക്ഷണം കഴിക്കാനും ദക്ഷിണ വാങ്ങാനും ഒക്കെ എത്രയോ സജ്ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ അംബരീഷനും ധർമ്മപത്നിയും സന്തോഷത്തോടുകൂടി അങ്ങനെ സ്വീകരിച്ചു. ഭക്ഷണം കഴിക്കാൻ അകത്തേക്ക് അങ്ങനെ പറഞ്ഞയച്ചു. അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വേണം ഭഗവാന് നിവേദിച്ച് നിവേദ്യം കഴിച്ച് ഉപവാസം സമർപ്പിക്കാൻ. അങ്ങനെ ഈ വന്ന ഭക്തന്മാരെയൊക്കെ ഭക്ഷണം കഴിക്കാൻ അകത്തേക്ക് അങ്ങനെ ക്ഷണിച്ചു. അപ്പോ പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, പണ്ട് കാലത്ത് ഈ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിനൊരു ക്രമമുണ്ടായിരുന്നു. സമൂഹത്തില് നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആൾക്കാരാണ് ഒരു ഭാഗത്ത് ഇരിക്കുക. അവിടുന്നാണ് വിളമ്പാൻ തുടങ്ങുക. ആദ്യത്തെ ആള് നമ്മളുടെ പുരോഹിതന്മാരോ നമ്മൾ ആരാധിക്കുന്ന ഗുരുനാഥന്മാരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ ആദ്യം ഇരുത്തും. അവർക്ക് വിളമ്പിയിട്ടാണ് മറ്റുള്ളവർക്ക് വിളമ്പുക. അപ്പൊ ആ സീറ്റിലുള്ള ആൾക്ക് കൊടുത്തിട്ടേ ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് വിളമ്പാൻ പറ്റുള്ളൂ. അപ്പോ അംബരീഷൻ ഇവരെയൊക്കെ ഭക്ഷണത്തിന് ക്ഷണിച്ച് ആൾക്കാരെ അങ്ങനെ ഇരുത്താൻ നോക്കുമ്പോഴാണ് ഭക്ഷണത്തിന് വെച്ച ആ സ്ഥലത്ത് ഒന്നാമത്തെ സീറ്റില് ഒരു കാവ്യമുണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ആരോ സീറ്റ് പിടിച്ചത്. ഇപ്പൊ എന്തായി? അതിന്റെ ഇപ്പുറത്ത് എത്ര ആൾക്കാരിരുന്നാലും വിളമ്പാൻ പറ്റില്ല. കാരണം ഇവിടെ ആരോ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അംബരീഷൻ ചോദിച്ചു, ഇതാരാ ഇവിടെ സീറ്റ് പിടിച്ചു പോയത്? അപ്പൊ ആരോ പറഞ്ഞു, ആ ദുർവാസാവ് മഹർഷി നേരത്തെ വന്നിരുന്നു, മൂപ്പരുടെ തോർത്തുമുണ്ടാണോ എന്ന് സംശയമുണ്ട്. ആയി. വേറെ ആരെങ്കിലും ആണെങ്കിൽ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. മൂപ്പരോട് അതും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ദുർവാസാവ് കുളിക്കാൻ പോയതായിരിക്കും, വരട്ടെ എന്നും വിചാരിച്ച് കാത്തിരുന്നു. പക്ഷേ ദുർവാസാവ് പോയതെങ്ങനെയാ അറിയോ? മന്ദം ജഗാമയമുനാം, പതുക്കെ പോയി. എന്നിട്ടോ യമുനയില് ചെന്ന് കുറെ സമയം കുളിച്ചു, കുറെ സമയം വെള്ളത്തിന്റെ ഉള്ളിൽ കിടന്നു, കുറെ സമയം വെള്ളത്തിന്റെ മുകളിൽ കിടന്നു. വലിയ അഭ്യാസമൊക്കെ പഠിച്ച ആളാ. അറിയണ സഹസ്രനാമൊക്കെ അവിടെ ഇരുന്ന് ചൊല്ലി. എന്തിനാച്ചാൽ സമയം പോണ്ടേ. നമ്മള് സമയം പോവാൻ വേറെ വല്ല പണിയാ ചെയ്യുക. ദുർവാസാവിനെ പോലെയുള്ള ആൾക്കാരെ സമയം പോവാൻ നാമം ജപിക്കും, ഭാഗവതം കേൾക്കും. ഒടുവില് ആ ഹരിവാസരം എന്നുള്ള മുഹൂർത്തം കഴിയാറായി. അംബരീഷന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ധർമ്മസങ്കടം. കാരണം താൻ ഇത്ര ഭംഗിയായി കൊണ്ടുവന്നതായ ഒരു ഉപവാസ പരമ്പര അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റണില്ലല്ലോ. എന്തു വേണ്ടു എന്ന് അംബരീഷൻ ഒന്ന് വിഷമിച്ചപ്പോഴാണ്
അവിടെ കൂടിയതായ ഭക്തന്മാര് അംബരീഷനോട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു സൂത്രമുണ്ട്, പക്ഷേ ഞങ്ങളാണ് ഇത് പറഞ്ഞു തന്നതെന്ന് അയാളോട് പറയരുത്. വേറെ ഒന്നുമില്ല. പ്രാഹുരഭക്ഷണം വിപ്ര അശിതം ച നാശിതം ച. ഭഗവാൻ അഭിഷേകം ചെയ്ത തീർത്ഥം സേവിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ പെടുകയും ചെയ്യും, എന്നാ പെടുവില്ല. അല്ലേ? വെള്ളം ഭക്ഷണത്തിൽ പെടുവോ? വെള്ളം ഭക്ഷണത്തിൽ പെടുവോ? പെടും. പെടില്ലേ? പെടില്ല. രണ്ടും പറയാം. അപ്പോ ദുർവാസാവ് വന്നിട്ട് ഏത് മൂഡിലാണ് ചോദ്യം ചോദിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉത്തരം പറയാം. അയ്യോ അംബരീഷ മഹാരാജാവെ, ക്ഷമിക്കണേ, ഞാൻ കുറച്ചു വൈകിപ്പോയി, അങ്ങക്ക് ബുദ്ധിമുട്ടായില്ലല്ലോ, അങ്ങ് ഉപവാസം സമർപ്പിച്ചില്ലേ എന്ന് നല്ല രീതിയിലാ ചോദിക്കണത് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ തീർത്ഥം സേവിച്ചു, കുഴപ്പമില്ല എന്ന്. അല്ല, ദേ ഞാൻ വരണതിന് മുമ്പേ തീർത്തോ, നിങ്ങൾ കഴിച്ചോ വല്ലതും എന്ന് ദേഷ്യപ്പെട്ടിട്ടാ ചോദിക്കേണ്ടതെങ്കിൽ ധൈര്യമായിട്ട് പറയാ, ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന്. അപ്പൊ ഭക്ഷണത്തിൽ പെടുകയും ചെയ്യും, ഇല്ല എന്നൊന്നുണ്ട്. അതുകൊണ്ട് തീർത്ഥം കുടിച്ചോളൂ. സജ്ജനങ്ങൾ ഇത് പറഞ്ഞതും അംബരീഷൻ ഉള്ളം കൈയിലേക്ക് ആ തുളസീ തീർത്ഥം എടുത്ത് അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എന്ന് നാമം ജപിച്ച് ആ തീർത്ഥം കുടിച്ചോ ഇല്ലയോ എന്നൊന്നും പിന്നെ ഭാഗവതത്ത് പറയുന്നില്ല. ദുർവാസാവ് അവിടെ എത്തുകയും ചെയ്തു. മഞ്ഞുന പ്രചലൽഗാത്രോ ഭൃഗുടി കുടിലാനന. ദുർവാസാവിനുണ്ടായ ദേഷ്യത്തിന് അതിരില്ല. ദേഷ്യം കൊണ്ട് ദുർവാസാവിന്റെ കണ്ണുകളൊക്കെ ചുവന്നു, ജടാരോമങ്ങളൊക്കെ അങ്ങനെ വിറക്കാൻ തുടങ്ങി. യോമാം അതിഥി മായാതം ആതിഥ്യേന നിമന്ത്രിതം. വരണം വരണം ദുർവാസാവേ, വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ കാത്തിരുന്ന് സ്വീകരിക്കേണ്ടതായ അങ്ങ് ഞാൻ വരുന്നതിന് മുമ്പേ ഈ ഉപവാസം സമർപ്പിക്കുക. എന്തൊരഹങ്കാര ഇത്! സദ്യസ്ഥേ ദർശയേ ഫലം. ഇതിന്റെ ഫലം ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നും പറഞ്ഞ് ദുർവാസാവ് തന്റെ ജടയിൽ നിന്ന് ഒരു പിടി പറിച്ചെടുത്തു. ദേ, ഈ പാരമ്പര്യം എന്ന് പറയുന്നൊരുന്നുണ്ടല്ലോ, പാരമ്പര്യം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, ഉണ്ട്, ഒരു സംശയമില്ല. കാരണം എന്താ അറിയോ? ആരായി ദുർവാസാവ്? ദുർവാസ ശങ്കരസ്യാംശ. മഹാദേവന്റെ അംശമാണ് ആര്? മഹാദേവന്റെ അവതാരമാണ് ആര്? ദുർവാസാവ്. മഹാദേവനും ഉണ്ട് ഈ സ്വഭാവം. ഇത് ദേഷ്യം പിടിച്ച അപ്പൊ മുടി പിടിച്ചു വലിക്കും. ദുർവാസാവും അങ്ങനെ തന്നെയാ. എടുത്ത് നിലത്തങ്ങടിച്ചു. കൃത്യ എന്ന ഒരു മഹാരാക്ഷസി അവിടെ ഉദ്ഭവിച്ചു. അവൾക്കിപ്പോ ആരാ ഉണ്ടാക്കിയത്, ആരെയാ തിന്നണ്ടതെന്നൊന്നും അറിയില്ല. ദുർവാസാവിനൊരു നോട്ടം നോക്കി. ദുർവാസാവ് പറഞ്ഞു, എന്റെ നേരെയല്ല, അംബരീഷനെ പിടിക്കാൻ പറഞ്ഞു. ആ രാക്ഷസിയായ കൃത്യ അംബരീഷൻ എന്ന ഭാഗവതനെ വിഴുങ്ങാനായി വരുന്നതായ രംഗത്തിൽ അംബരീഷൻ തന്റെ കണ്ണുകളെ അവിടെ അടച്ചു. തൊഴുകൈകളുമായിട്ട് ഭഗവാനിലേക്ക് ഒരു പ്രാർത്ഥന. ഭഗവാനെ, അങ്ങനെ രക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും ഞാൻ. ഇനി അങ്ങനെ രക്ഷിക്കണ്ട എന്നാണ് കരുതിയതെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിയാലും ഓടിയിട്ടില്ലെങ്കിലും ഈ കൃത്യ എന്നെ വധിക്കും. അതുകൊണ്ട് സർവവും ഭഗവാനിലേക്ക് സമർപ്പിച്ച് ശരണാഗതി ചെയ്തതായ ആ അംബരീഷൻ നചാല പദാനൃപ, അവിടുന്ന് ഒരടി അനങ്ങിയില്ല. ഈ ഒരു രംഗത്തിലാണ് അംബരീഷന്റെ സർവതരത്തിലുള്ളതായ രക്ഷയും ഏറ്റെടുത്ത ഭഗവാന്റെ ചക്രായുധം സ്വരൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തൽ സൂര്യകോടി പ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം. പ്രളയകാലത്തുള്ളതായ ആ സൂര്യനെ പോലെ ജ്വലിക്കുന്നതായ സുദർശന ചക്രം എന്തെന്നില്ലാത്തതായ തേജസ്സോടുകൂടി വന്ന കൃത്യ എന്ന ആ ഘോരരാക്ഷസിയെ ഭസ്മീകരിച്ചു. പോരാ, അംബരീഷൻ എന്ന ആ രാജാവിന്റെ ചുറ്റും ഒരു നാരായണ കവചമായി ആ ചക്രായുധം അങ്ങനെ ചുറ്റിത്തിരിയാൻ തുടങ്ങിയപ്പോ ദുർവാസാവിന് സംശയമായി, ഇനി ഇതെന്റെ നേരെ വരലുണ്ടാവുമോ? ചിന്തിക്കുമ്പോഴേക്കും ചക്രായുധം പുറപ്പെട്ടു ദുർവാസാവിന്റെ പിറകെ. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദുർവാസാവ് അവിടെ നോട്ടം തുടങ്ങി. അഷ്ടദിക്പാലകന്മാരുടെ കൊട്ടാരങ്ങള്, മുകളിലേക്കുള്ള 7 ലോകങ്ങള്, താഴേക്കുള്ള 7 ലോകങ്ങള്, സ്വർഗലോകത്ത് സകല സ്ഥലത്തും ദുർവാസാവോടി. പക്ഷേ യഥോ ധാവതി തത്ര തത്ര സുദർശനം ദുഷ്പ്രസഹം ദദർശ.
എവിടെ എവിടെ ദുർവാസാവ് പോകുന്നുവോ അവിടെയൊക്കെ ചക്രായുധം കയറി വരാൻ തുടങ്ങി. സ്വർഗലോകത്തിലേക്ക് ഓടി ദുർവാസാവ്. രക്ഷിക്കണേ ദേവേന്ദ്ര, വജ്രായുധമൊക്കെ കയ്യിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് ഓടിയത്. ദേവേന്ദ്രൻ ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോഴേക്കും ജടയും പറപ്പിച്ചു വരുന്നുണ്ട്. ആര്? ദുർവാസാവ് അല്ലേ? നാളെ കേൾക്കാം നമുക്ക് പാലാഴി മഥനം എന്നുള്ളൊരു കഥ. പാലാഴി മഥനം കഥയ്ക്ക് ശേഷം ദേവേന്ദ്രന് ദുർവാസാവ് എന്നല്ല, ദൂന്ന് കേട്ടാൽ തന്നെ അപ്പ് ബോധം കെടും, അത്ര പേടിയാണ്. ദുർവാസാവിൽ നിന്ന് ദേവേന്ദ്രൻ രക്ഷ നേടി നേരെ ബ്രഹ്മലോകത്തേക്ക്. ബ്രഹ്മാവിനോട് രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ദുർവാസാവ് ഓടി വന്നപ്പോ വേഗം ബ്രഹ്മാവ് മുൻപിലുള്ള വാതിൽ തുറന്നു കൊടുത്തു. എന്നാ ഉള്ളിൽ കയറിയ വാതിൽ അടയ്ക്കണ്ടേ? ബ്രഹ്മാവ് ഓടുന്നുണ്ട്. ഇയാൾ എങ്ങോട്ടാ ഓടുന്നത്? പിറകിലുള്ള വാതിൽ തുറന്നിട്ട് പറഞ്ഞു, ഇതിൽ കൂടി പുറത്തേക്ക് ഓടിക്കോളൂ, എന്നെ കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റൂ. ചക്രായുധത്തെ തടയാൻ എനിക്ക് സാധിക്കില്ല. ഇനിയിപ്പോ ആരുടെ അടുത്തേക്കാ പോവുക? സർവം കൈലാസവാസിനം. നേരെ കൈലാസത്തിലേക്ക് സാക്ഷാൽ ശ്രീ മഹാദേവനെ കാണാനായിട്ട്. മഹാദേവൻ ത്രിപുരാന്തകൻ അല്ലേ? അപ്പൊ മഹാദേവൻ വിചാരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഭാവത്തില് പടി 6 ഒരൊറ്റ ചാട്ടത്തിന് കടന്നു ദുർവാസാവ്. മഹാദേവനോട് ചെന്ന് പറഞ്ഞു, മഹാദേവ, ചക്രായുധം വരുന്നുണ്ട്, സുദർശനമൂർത്തി വരുന്നുണ്ട്. സുദർശന ചക്രം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ മഹാദേവനുണ്ടായ ഒരു സന്തോഷം. പത്മനാഭന്റെ ചക്രായുധം എന്റെ കൈലാസത്തിലേക്ക് വരേ. മഹാദേവൻ വേഗം കിണ്ടിയും വെള്ളവും ഒക്കെ എടുത്ത് തയ്യാറായി നിൽക്കുക. എന്തിന്? ആ സുദർശനമൂർത്തിയെ ഒന്ന് പൂജിക്കാന്ന് വിചാരിച്ചിട്ട്. അസലായി. വേഗം ദുർവാസാവ് ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്നും വിചാരിച്ച് തിരിച്ച് ഓടാൻ വേണ്ടി ഭാവിച്ചപ്പോ മഹാദേവൻ പറകുന്നു വിളിച്ചു, ദുർവാസാവേ അവിടെ നിൽക്കൂ, ചക്രായുധം വരുന്നുണ്ട് എന്നല്ലേ നേരത്തെ പറഞ്ഞത്? അതെ. ഈ ഓടുന്നത് രക്ഷപ്പെടാനാവും? അതെ. എന്നാൽ ഞാനൊരു കാര്യം പറയാം. അങ്ങ് അഷ്ടദിക്പാലകന്മാരെ കണ്ടു? ഇല്ല. അഗ്നിദേവനെ കണ്ടു? ഇല്ല. വായുദേവനെ കണ്ടു? ഇല്ല. വരുണദേവനെ കണ്ടു? ഇല്ല. ഞാനിപ്പോ അവരെയൊക്കെ കാണാന്ന് വെച്ചിട്ടാ ഓടാൻ പുറപ്പെടുന്നത്. എന്തേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇവരൊന്നും കണ്ടിട്ടും കാര്യമില്ല, അത് പറയാൻ വേണ്ടിയിട്ടാ വിളിച്ചത്. ഓടിക്കോളൂ. ഇതങ്ങ് കേട്ടതും ദുർവാസാവ് വീണ്ടും ഓട്ടം തുടങ്ങി നേരെ വൈകുണ്ഠത്തിലേക്ക്. 7 ഗോപുരദ്വാരങ്ങളുള്ളതായ ഭഗവാന്റെ ആ അനന്തപത്മനാഭസ്വാമിയുടെ 1ാമത്തെ ഗോപുരം അങ്ങ് കടന്നതും അച്യുതാനന്ദ സദീപ്സിത പ്രഭോ, ദുർവാസാവ് ഉറക്കെ നിലവിളിച്ചു. അച്യുതാനന്ദ ഗോവിന്ദ മാധവ ദാമോദര ത്രിവിക്രമ എന്ന ഭാവത്തില് ഭഗവാന്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിച്ച് ഓടി വന്നു. സാക്ഷാൽ ശ്രീനാരായണന്റെ പൊൻപാദങ്ങളിലേക്ക് വീണങ്ങ് നമസ്കരിച്ചു. എന്നു മാത്രല്ല, തന്റെ കൈകളെ കൊണ്ട് ഭഗവാന്റെ ആ പീതാംബര പട്ടോടുകൂടിയിട്ട തൃപാദത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു ദുർവാസാവ്. ഭഗവാൻ ദുർവാസാവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തന്റെ മാറിടത്തിലേക്ക് ചേർത്തു പിടിച്ചു ചോദിച്ചു, അല്ല, ഇതാര്? ലോകം മുഴുവൻ കിടുകിട പറപ്പിക്കുന്ന സാക്ഷാൽ ദുർവാസാവ് മഹർഷി എന്തേ ഇങ്ങനെ കുട്ടികളെ പോലെ തേങ്ങിക്കരയണത് എന്ന് ചോദിച്ചപ്പോ ദുർവാസാവ് പറഞ്ഞു, ഭഗവാനെ, അങ്ങയ്ക്ക് ഭക്തന്മാരോട് ഇത്ര വാത്സല്യമുണ്ട് എന്ന്, അങ്ങയുടെ ഭക്തന്മാർക്ക് ഇത്ര മഹിമയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അങ്ങയുടെ പരമഭക്തനായ അംബരീഷനെ ഒന്ന് പരീക്ഷിക്കാൻ പുറപ്പെട്ടതാ ഞാൻ. ഇപ്പോ ഞാനൊരു പരീക്ഷണ വസ്തുവായിട്ട് ഓടുക. അങ്ങയുടെ സുദർശന ചക്രം എന്നെ വെറുതെ വിടും തോന്നണില്ല. ചക്രായുധം എന്നെ വധിക്കാനായിട്ട് വരുന്നുണ്ട്. രക്ഷ തരണേ, രക്ഷിക്കണേ എന്ന് പൊട്ടി കരയണതായ ദുർവാസാവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഹേ ദുർവാസാവേ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അഹം ഭക്തപരാധീനോ ഹി അസ്വതന്ത്ര ഇവ ദ്വിജ. പരമഭക്തന്മാരായ ഈ അംബരീഷനെ പോലെയുള്ള ഭക്തന്മാര് സ്നേഹമാകുന്നതായ കയറുകൊണ്ട് ഹൃദയത്തിൽ എന്നെ ഒന്ന് ചേർത്ത് കെട്ടിക്കഴിഞ്ഞാൽ
ആ കെട്ടഴിക്കാനുള്ള ശക്തി എനിക്കില്ല. ഞാൻ അസ്വതന്ത്രനാണ്, ഞാൻ നിസ്സഹായനാണ്. അല്ലേ? വില്വമംഗലം പറയും, മുരാരി എന്ന് പേരായിട്ട് ഒരു ആനക്കുട്ടിയുണ്ട് അത്രേ. മുരാരി എന്ന് പേരായ ഒരു കുരുത്തം കെട്ട കുസൃതിയായ ആനക്കുട്ടി. ഒരാൾക്കും ഈ കുരുത്തം കെട്ട ആനക്കുട്ടിയെ തളയ്ക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു 3 സ്ഥലത്ത് ഈ ആനക്കുട്ടിയെ തളച്ചിട്ടുണ്ട് എന്നാ. എവിടെയൊക്കെയാ അത്? ഉലൂഖലം വാ യമിനാം മനോവാ ഗോപാംഗനാനാം കുജകുഡ്മളം വാ. യശോദ എന്ന് പറയുന്ന വാത്സല്യനിധിയായ ഒരമ്മ ഈ മുരാരി എന്ന് പറയുന്ന കുസൃതിയായ ആ ആനക്കുട്ടിയെ ഒരൊരലില് തളച്ചിട്ടുണ്ട്. ഉപനിഷദർത്ഥം ഉലൂഖലേ നിബദ്ധം. പിന്നെ യമിനാം മനോവാ. പരമഭക്തന്മാരായ യോഗീശ്വരന്മാര്, ഭാഗവതന്മാര് അവരുടെ ഭക്തി കൊണ്ട് ഹൃദയത്തില് ഈ ആനക്കുട്ടിയെ തളച്ചിട്ടുണ്ട്. ഇതൊന്നും വേണ്ടി വന്നില്ല. ഗോപാംഗനാനാം കുജകുഡ്മളം വാ. രാധാദി ഗോപികമാര് അവരുടെ പ്രേമഭാവം കൊണ്ട് അവരുടെ കരവലയങ്ങൾക്കുള്ളിൽ ഈ ആനക്കുട്ടിയെ തളച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഭക്തി, പ്രേമം, ആ ഒരു പ്രേമപാശം കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ അതഴിക്കാനുള്ള കഴിവ് ഭഗവാനില്ലാന്ന്. അല്ലാണ്ട് കുരുത്തക്കേട് ഉണ്ണിക്ക് മൂത്തപ്പോ കുറൂരമ്മ തീരുമാനിച്ചു ഇവൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, അപ്പോഴാണ് വലിയ ഈ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഇടുന്ന വലിയൊരു ഭരണിയുണ്ട്, അതിൻ്റെ ഉള്ളില് അവിടെ ഇട്ടിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ചു. ആ പാത്രത്തിന്റെ അടപ്പ് നീക്കാൻ വലിയ ബലൊന്നും വേണ്ട. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പരമാവധി തള്ളി നോക്കി. ആ അടപ്പ് പൊന്തിക്കാൻ പറ്റണില്ല. കാരണം അടച്ചത് കേവലം ഒരടപ്പല്ല, വാത്സല്യം കൊണ്ട് അടച്ചതാ. അതുകൊണ്ട് എല്ലാം എന്നിലേക്ക് സമർപ്പിച്ചതായ അംബരീഷനെ പോലെയുള്ള ഭക്തന്മാര്, ഞാൻ മാത്രമേ ആശ്രയമുള്ളൂ എന്ന ഭാവത്തിൽ എന്നെ ആശ്രയിച്ച ആ ഭക്തന്മാരെ ഞാൻ എങ്ങനെ കൈവിടിയും? അതുകൊണ്ട് അങ്ങയ്ക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ അംബരീഷനെ തന്നെ ശരണം പ്രാപിക്കും. വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് അങ്ങ് അംബരീഷന്റെ അടുക്ക് എത്തണത് വരെ അങ്ങയെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു നോക്കാം. കേൾക്കുമെന്നൊന്നും അറിയില്ല, എനിക്കിപ്പോ അതിന്റെ ഉടമസ്ഥതയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ന് പറയേണ്ട താമസം ദുർവാസാവിത അംബരീഷ സവിധത്തിലേക്ക് എത്തുന്നു. തൊഴുതു നിൽക്കുന്നതായ അംബരീഷന്റെ കാലിലേക്ക് വീണ് നമസ്കരിക്കാൻ പുറപ്പെട്ടതാ ദുർവാസാവ്. പാദസ്പർശവിലജ്ജിത. പരമഭാഗവതനായ ദുർവാസാവിന്റെ വൈഭവം അറിയുന്നതായ അംബരീഷൻ അതിന് സമ്മതിച്ചില്ല. അവിടെ വച്ച് അംബരീഷൻ സാക്ഷാൽ ചക്രായുധത്തെ, സുദർശനമൂർത്തിയെ ഒന്ന് സ്തുതിച്ചു. ഞാൻ ഇതുവരെ ചെയ്തതായ സകല ഉപവാസങ്ങളും, ഞാൻ ഇതുവരെ ചെയ്തതായ സകല ഭഗവത് പൂജകളും ഭക്തിയോടെ ചെയ്തതിന് ഫലമുണ്ടെങ്കിൽ ആ ഫലം മുഴുവൻ ഇതാ ഞാൻ ദുർവാസാവിന് നൽകുന്നു. ഒരു തരത്തിലുള്ള ആപത്തും ഇദ്ദേഹത്തിന് ഉണ്ടാവരുതേ. ദ്വിജോഭവതു വിജ്വര എന്ന് ഇത്രയൊക്കെ താൻ പരുഷമായി പെരുമാറിയിട്ടും തന്നോടുള്ളതായ ആ ഒരു അംബരീഷന്റെ സ്നേഹവും വാത്സല്യവും കണ്ടപ്പോ ദുർവാസാവിന് പോലും അത്ഭുതമായി. ചക്രായുധം അവിടുന്ന് അപ്രത്യക്ഷമായി. ചക്രായുധ അപ്രത്യക്ഷമായതും ദുർവാസാവ് ശ്വാസം പുറത്തേക്ക് വിട്ടു. ഒറ്റ ശ്വാസത്തില് ഇത്രയും ദൂരം ഓടിയ ഒരാള് ഈ ദുർവാസാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓട്ടൊക്കെ കഴിഞ്ഞു. ചക്രായുധ അപ്രത്യക്ഷമായതും ദുർവാസാവ് അംബരീഷനോട് അങ്ങോട്ട് പറഞ്ഞു, അംബരീഷ വരൂ വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മര്യാദക്ക് നേരത്തെ പറഞ്ഞതാ ഒന്ന് ഭക്ഷണം കഴിക്കുമെന്ന്. ഇപ്പോ നല്ല ഓട്ടാ ഓടിയത്, നല്ല വിശപ്പുണ്ട്, ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചു, ദക്ഷിണയൊക്കെ സ്വീകരിച്ച് ആ അംബരീഷനെ അനുഗ്രഹിച്ച യാത്രയായി. ഈ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ദുർവാസാവ് എന്ന ആ മഹാത്മാവായ ശങ്കരപുത്രൻ, ശങ്കര ചൈതന്യം ഇങ്ങനെ ഒരു വിഡ്ഢിക്കഥാപാത്രമായിട്ട് ഓടുവെന്നാണെങ്കിൽ അതൊന്നിനുമല്ല, ഭക്തന്മാരുടെ, ഭാഗവതന്മാരുടെ മഹിമ ലോകത്തിൽ ഉയർത്തണം.
പരമഭാഗവതനായ അംബരീഷന്റെ മഹത്വം ലോകത്തിന് ബോധ്യാവണം. അതിനു വേണ്ടിയിട്ട് ചെയ്ത ഒരു നാടകം എന്ന് വേണം കരുതാൻ. അല്ലാതെ ദുർവാസാവിനെ ബന്ധം പറ്റണതല്ല എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. ഏതായാലും ആ അംബരീഷൻ അനേക കാലം പിന്നീട് രാജ്യഭരണം നടത്തിയൊടുവിൽ സുപുത്രന്മാരെ ഭരണം ഏൽപ്പിച്ച് വനം വിവേശ ആത്മനി വാസുദേവേ മനോദധൽ. വനത്തിൽ ചെന്ന് മനസ്സിനെ വാസുദേവപാദത്തിലേക്ക് ചേർത്ത് പിടിച്ച് ശരീരത്തെ ഉപേക്ഷിച്ച് ഭഗവത് പദം പൂകി എന്ന് വർണ്ണിച്ചു. പിന്നീട് ആ അംബരീഷന്റെ വംശപരമ്പരയെ പറയുമ്പോഴാണ് അംബരീഷന്റെ വംശത്തിലായിട്ട് യുവനാശ്വൻ എന്നു പേരായ ഒരു രാജാവ്. ഈ യുവനാശ്വൻ എന്ന രാജാവ് പുത്ര ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു പുംസവനയാഗം നടത്തിയെന്നും യാഗശാലയിൽ സ്ഥാപിച്ചതായ പുംസവന കലശ തീർത്ഥം ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് അറിയാണ്ട് ഇദ്ദേഹം കുടിച്ചു. ഒടുവിൽ ഗർഭം ധരിക്കേണ്ടി വന്നു. ഭർത്താവ് ഗർഭം ധരിച്ചു എന്ന് കേട്ടപ്പോ ഭാര്യമാർക്കൊക്കെ സമാധാനായി. ശുശ്രൂഷിച്ചു. യഥാകാലം കുക്ഷിൻ നിർഭിദ്യ വയറ് കീറി കുട്ടിയെ പുറത്തെടുത്തു. സർവവിധത്തിലും ചക്രവർത്തി ജജാനഹ യൗവനാശ്വൻ എന്ന ചക്രവർത്തി പ്രസവിച്ചു എന്നുള്ളതായ വാർത്ത. കുട്ടി പുറത്തേക്ക് വന്നു. ഇനിയിപ്പോ ഇതിന് പാല് കൊടുക്കണ്ടേ, എന്തു വേണം എന്ന് ചിന്തിച്ചപ്പോഴാണ് ദേവേന്ദ്രൻ തന്റെ ആ പെരുവിരല് അമൃതകുംഭത്തിൽ വച്ച് ഈ കുട്ടിയുടെ വായിൽ കൊടുത്തു. മാന്ധാത ഞാൻ തരാം എന്നും പറഞ്ഞ് ആ പെരുവിരലങ്ങ് കൊടുത്തതും കുട്ടി കരച്ചിലവിടെ നിർത്തി. അങ്ങനെ ആ കുട്ടിക്ക് മാന്ധാതാവ് എന്ന് പേരുണ്ടായി. പരമഭാഗവതനായിരുന്നു, അതിശ്രേഷ്ഠനായിരുന്നു ഈ മാന്ധാതാവ് എന്ന ചക്രവർത്തി. അദ്ദേഹത്തിന് 50 പെൺകുട്ടികൾ. ഈ 50 പെൺകുട്ടികളെയും സൗഭരി എന്നു പേരായ ഒരു മഹർഷി വിവാഹം കഴിച്ചു. എന്താ കഥ എന്നാണെങ്കിൽ, സൗഭരി എന്ന ഒരു മഹർഷി, അദ്ദേഹം വലിയ പരമഭക്തനാണ്, യോഗീശ്വരനാണ്. അപ്പോ അദ്ദേഹത്തിന് തപസ് ചെയ്യണമെന്നൊരു മോഹം. ഇപ്പൊ പുറത്തുനിന്ന് തപസ് ചെയ്യുമ്പോ ചിലപ്പോ എന്തെങ്കിലും ബഹളം കേൾക്കുമ്പോ ശ്രദ്ധ മാറിപ്പോവും, വല്ലതും കണ്ടാൽ ശ്രദ്ധ മാറിപ്പോവും, വല്ല വാസനയും വന്നാൽ ശ്രദ്ധ മാറിപ്പോവും. വെള്ളത്തിന്റെ അടിയിൽ പോയി തപസ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ എന്നും വിചാരിച്ച് ഇദ്ദേഹം യമുനാ നദിയുടെ അടിയിൽ, വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് തപസ് ചെയ്തു. കുറേ കാലം തപസ് ചെയ്തു. കുറേ കാലം തപസ് ചെയ്ത് ഒരു ദിവസം ഇദ്ദേഹം കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോ കണ്ട കാഴ്ച എന്താ? ഒരച്ഛൻ മത്സ്യം, ഒരമ്മ മത്സ്യം, 3-4 കുട്ടി മത്സ്യങ്ങൾ, എല്ലാ മത്സ്യങ്ങളും കൂടി നല്ല രസമായിട്ട് കുടുംബമായിട്ട് അങ്ങനെ പോണ കാഴ്ച കണ്ടപ്പോ ഇദ്ദേഹത്തിന് തോന്നി, ഈ മത്സ്യങ്ങൾക്ക് പോലും കുടുംബമായിട്ട് ജീവിക്കുമ്പോ ഇത്ര സന്തോഷം ഉണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കണം. തപസ് ചെയ്യാൻ വെള്ളത്തിന്റെ അടിയിൽ പോയ ആളാ. അതിൻ്റെ ഉള്ളിൽ നിന്ന് മത്സ്യത്തെ കണ്ടിട്ട് മനസ്സിളകി നേരെ കരയ്ക്ക് കയറി വന്നു. അപ്പൊ തപസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 100-300 കൊല്ലായി. ഇപ്പൊ അത്രയും വയസ്സുമായി, ശരീരമൊക്കെ അത്ര പ്രാകൃതമായിട്ടുണ്ട്. ഈ പടുവൃദ്ധനായ സൗഭരി എന്ന മഹർഷി രാജ്യത്തിൽ വന്ന് ഓരോ വീട്ടിലും പോയി ചോദിച്ചു, ഇവിടെ പെൺകുട്ടികളുണ്ടോ, എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരുമോ? ഇവിടെ പെൺകുട്ടികളുണ്ടോ, കല്യാണം കഴിപ്പിച്ചു തരുമോ? അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഇവിടെയൊക്കെ 1-2 ഒക്കെ ഉള്ളൂ. ഒരു കാര്യം ചെയ്യൂ, അങ്ങ് മാന്ധാതാവ് രാജാവിനെ കാണും, അവിടെ 50 പെൺകുട്ടികളുണ്ട്. നേരെ ചെന്ന് മാന്ധാതാവിനോട് പറഞ്ഞു, ഞാൻ സൗഭരി എന്നുള്ള മഹർഷിയാണ്, അങ്ങയുടെ പെൺകുട്ടികളിൽ ഒരാളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഞാൻ ഇപ്പൊ തപസ് കഴിഞ്ഞ ഉടനെ വരുന്നതാ. എന്തിനാ ഈ തപസ് കഴിഞ്ഞ ഉടനെ വരുന്നത് എന്ന് പറഞ്ഞത് എന്നാണെങ്കിൽ, ഫുൾ ചാർജായി നിൽക്കുന്ന സമയമാണ്, ഇല്ലെങ്കിൽ ശപിക്കുന്നുള്ളതാണ് സൂചന. അപ്പോ ഇദ്ദേഹത്തിന് വിഷമായി. കാരണം ഇയാളുടെ കോലം കണ്ടിട്ട് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല. കാരണം കൊടുത്ത അടുത്ത ആഴ്ച മുതൽ വിധവാ പെൻഷൻ അപേക്ഷിക്കേണ്ടി വരും. പക്ഷെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല, ശപിക്കുകയും ചെയ്യും. എന്തു വേണം? ഒരു കാര്യം ചെയ്യാം. ആ കാണുന്നതാണ് എൻ്റെ മക്കൾ താമസിക്കണ അന്തഃപുരം. അങ്ങയെ കണ്ടിട്ട് അവർക്ക് ആർക്കാണോ ഇഷ്ടപ്പെടുന്നത് അവളെ കൂട്ടിപ്പോയിക്കോളൂ. ഇയാളെ കണ്ട ആർക്കെങ്കിലും ഇഷ്ടപ്പെടൂ എന്ന് മനസ്സിലും പറഞ്ഞു. സൗഭരി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി തന്റെ തപശക്തി കൊണ്ട് ശരീരത്തെ അതിസുന്ദരമായ യൗവനഭാവത്തിലേക്ക് മാറ്റി. കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്, എന്റെ ഒപ്പം വരാൻ താല്പര്യമുള്ളവരൊക്കെ വന്നോളൂ. 50 എണ്ണവും പോയി. അങ്ങനെ ആ 50 ഭാര്യമാരോടൊപ്പം സൗഭരിയുടെ അതിഗംഭീരമായിട്ടുള്ള ദാമ്പത്യം.
കണ്ടവരൊക്കെ തലയിൽ കൈവച്ചു, മൂക്കിന്റെ മുകളിൽ വിരൽ വെച്ചു. ഇത്രകാലം ഭഗവാനെ സേവിച്ചതായ സൗഭരിക്ക് പോലും ഈ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നൊക്കെ അവര് പറഞ്ഞു. പക്ഷേ നമ്മൾ കഥ മുഴുവൻ കേൾക്കണം. കുറച്ചു കാലം കഴിഞ്ഞപ്പോ സൗഭരിക്ക് മനസ്സിലായി, എന്ത്, ഇതിന്റെ സ്വാദ് ഇതാണെന്ന് മനസ്സിലായി. അതിനെ വിട്ടു. വീണ്ടും തപസ്സിന് പുറപ്പെടുമ്പോ സൗഭരിയോടൊപ്പം ഈ 50 ഭാര്യമാരും ഭഗവാനെ സേവിക്കാൻ പോയി എന്നാണ്. അപ്പോ സർവവിധത്തിലും ഈ ഒരു കഥയിൽ കൂടി ഭാഗവതം ഓർമ്മിപ്പിച്ചു, എത്രയൊക്കെ തപസ് ചെയ്തവനാണെങ്കിലും, എത്രയൊക്കെ ശമദമാദികളെ സ്വീകരിച്ചവനാണെങ്കിലും അവർക്ക് പോലും ഈ ലൗകികതയിലേക്ക് ഇങ്ങനൊരു താല്പര്യം വന്നു ചേരുന്നു എന്നുണ്ടെങ്കിൽ ആ ലൗകിക സുഖങ്ങളിൽ മുങ്ങിക്കഴിയണ നമുക്ക് അല്പമെങ്കിലും നേരം ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് ഭാഗ്യമാണ്, അത് പുണ്യമാണ്. പിന്നീട് ആ വംശത്തില് ഭഗീരഥൻ എന്ന ഒരു ചക്രവർത്തി കഠിനമായ പ്രയത്നം കൊണ്ട് ഹരിപാദതീർത്ഥമായ ഗംഗയെ ഭൂമിയിലേക്ക് ആവാഹിച്ചതായ, ഭാഗീരഥിയെ ഭൂമിയിലേക്ക് കൊണ്ടുതന്നതായ ഭഗീരഥന്റെ പ്രയത്നത്തെ പാടി ആ ഭഗീരഥന്റെ വംശത്തില് ഖട്വാങ്കൻ എന്ന ഒരു ചക്രവർത്തി. ഖട്വാങ്കൻ പരമഭക്തനായിരുന്നു എന്ന് മാത്രല്ല, അതിഗംഭീരമായിട്ട് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ഖട്വാങ്കന്. ദേവന്മാര് ചിലപ്പോ ഇവിടുന്ന് ഈ ഖട്വാങ്കനെ യുദ്ധത്തിന് സഹായത്തിന് വിളിക്കാറുണ്ടത്രേ, അല്ലേ? അപ്പൊ ആലോചിച്ചു നോക്കൂ, ഈ ദശരഥനൊക്കെ ഭാഗവതത്തിലൊക്കെ കാണാം, പല കഥാപാത്രങ്ങളും, മുജുകുന്ദൻ, ഇവരൊക്കെ ദേവന്മാരെ സഹായിക്കാൻ പോവത്രേ. ഇപ്പൊ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ദേവന്മാർക്ക് പോലും ആവശ്യമുള്ള ആൾക്കാരാ. എന്തെങ്കിലും യുദ്ധമൊക്കെ വന്നാൽ മനുഷ്യന്മാരെ കൊണ്ടുപോകും. കാരണം ഈ വളഞ്ഞ ബുദ്ധിയൊക്കെ നമ്മുടെ തലയിലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ മനുഷ്യന്മാരെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഈ ഖട്വാങ്കനെ കൊണ്ടുപോയി. യുദ്ധത്തില് ദേവന്മാര് ജയിച്ചു. ദേവേന്ദ്രൻ ചോദിച്ചു ഖട്വാങ്കനോട്, അങ്ങക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ, സാധിപ്പിച്ചു തരാം. അപ്പൊ ഖട്വാങ്കൻ പറഞ്ഞു, ആഗ്രഹമൊക്കെ കുറേയുണ്ട്, പക്ഷേ ആദ്യം എനിക്ക് അറിയേണ്ടത് ആയുസ് എത്ര ബാക്കിയുണ്ട് എന്നാ. കാരണം എന്താ വെച്ചാൽ ആയുസ്സിനനുസരിച്ചിട്ട് ആഗ്രഹിച്ചാൽ മതിയല്ലോ. ഞാനിപ്പോ ഇവിടുന്ന് കുറെ ആഗ്രഹവും പറഞ്ഞ് ഈ ലിസ്റ്റും കൊണ്ട് ഭൂമിയിൽ പോകുമ്പോഴേക്കും ആയുസ് തീർന്നാൽ ഈ കൊണ്ടുപോയതൊക്കെ ബാക്കിയാവും. ദേവേന്ദ്രൻ ഉടനെ കണക്ക് കൂട്ടി, നന്നായി ചോദിച്ചത്, എന്തേ ലിസ്റ്റൊക്കെ ബാക്കിയാവും തന്നെയാ തോന്നുന്നത്. അങ്ങയ്ക്ക് വളരെ ചെറിയ സമയം, ഒരു മുഹൂർത്ത നേരം മാത്രമേ ഇനി ആയുസ്സുള്ളൂ, ഒരല്പസമയേ തനിക്ക് ആയുസ്സുള്ളൂ എന്നറിഞ്ഞതും ഖട്വാങ്കൻ പറഞ്ഞു, എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഭാരതഭൂമിയിൽ ആ ഗംഗാതീരത്തൊന്ന് എത്തിക്കും. വായുദേവൻ ആ ഖട്വാങ്കനെയും കൊണ്ട് ഗംഗാതീരത്ത് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ആ ഗംഗാതീരത്ത് വെച്ച് ഹരിപാദതീർത്ഥമായ ഗംഗയിൽ കുളിച്ച് ഖട്വാങ്കനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ന ബാല്യേപി മതിർമഹ്യം അധർമ്മേ രമതേ കുചിൽ നാപശ്യമുത്തമ ശ്ലോകാൽ അന്യൽ കിഞ്ചന വസ്തുഹം. കുട്ടികള് അല്ലേ, അറിയാണ്ട് തെറ്റ് കാണിക്കണ സമയമാണ് കുട്ടിക്കാലം. ഖട്വാങ്കൻ പറയണു, ആ കുട്ടിക്കാലത്ത് പോലും ഞാൻ അധർമ്മം ചെയ്തിട്ടില്ല. ഗുരുവായൂരപ്പന്റെ തൃപ്പാദമല്ലാതെ, ഭഗവാന്റെ പാതാരബിന്ദമല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ഇന്നുവരെ ആശ്രയമായി കരുതിയിട്ടുമില്ല. അതുകൊണ്ട് ഭഗവാനെ, എന്റെ ജീവനെ ആ പാതാരബിന്ദത്തിലേക്ക് ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഗംഗാതീരത്ത് വീണ് നമസ്കരിച്ച് തന്റെ ജീവനെ ഭഗവാനിലേക്ക് ചേർത്തു വെച്ചു ഖട്വാങ്കൻ എന്ന പരമഭാഗവതൻ.